പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിയോജിപ്പുള്ളപ്പോൾ തന്നെ PM ശ്രീയിൽ ഒന്നിച്ച് പോരാടുമെന്നും ബിനോയ് വിശ്വം. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അണിനിരത്തിക്കൊണ്ട് സർക്കാരിനെതിരെ വലിയ മുന്നേറ്റമുണ്ടാക്കും. UDF-ന് ഇഷ്ടം BJP നയം. ഇത് മറയ്ക്കാൻ നെഹ്റുവിനെ ചാരുന്നു. നെഹ്റുവിന്റെ പേര് VD സതീശന് വെറുതെ പറഞ്ഞു കളിക്കാനുള്ള പേരല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവരും പ്രത്യക്ഷമായും പരോക്ഷമായും RSS രാഷ്ട്രീയത്തിലാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ളൊരു കൂട്ടനീക്കമാണ് PM ശ്രീ. അതുകൊണ്ടാണ് സംശയലേശമന്യേ CPI ആ നീക്കത്തെ ആദ്യന്തം എതിർപ്പ് തുടരും. PM ശ്രീയോട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഗവൺമെൻറ്റിന്. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിദ്യാഭ്യാസ പ്രേമികളെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു വലിയ ജനാധിപത്യ മുന്നേറ്റമുള്ള ഈ നാട്ടിൽ. അതിനു മുമ്പിൽ സതീശൻ ഗവൺമെൻറ്റിന് UDF ഗവൺമെൻറ്റിന് ഒട്ടുകുത്തേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ സർക്കാർ ചെയ്തതെല്ലാം ചെയ്യുമോ ഈ ഗവൺമെൻറ്? എല്ലാം ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ വയനാടിൻ്റെ ദുഃഖം തീർത്തിട്ടില്ല ഇപ്പോഴും. അത് പൂർത്തീകരിക്കണ്ടേ? എല്ലാ കാര്യങ്ങളിലും LDF ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്നു. പിന്നോട്ട് പോയി. PM ശ്രീയുടെ നടത്തിപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ നയമല്ലാതെ ബോധ്യപ്പെട്ടപ്പോൾ LDF തിരുത്തിയത്. അതാണ് LDF. തെറ്റ് ബോധ്യപ്പെട്ട LDF തിരുത്തും. തിരുത്തുക മാത്രമല്ല, ആ നിമിഷം കത്തെഴുതി ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു. എല്ലാം അറിയിപ്പിച്ചു. അവിടെ നിൽക്കണം UDF ഒന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? UDF-ന് താല്പര്യം BJP നയത്തോടാണ്. ഈ തട്ടിപ്പ് പൊടിവെക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഹ്റുവിൻ്റെ പേര് പറയുന്നത്. നെഹ്റുവിൻ്റെ പേര് സതീശനോ വേറെ കളിക്കാനുള്ള പേരുള്ളത്. ആ പേരിൻ്റെ മറപറ്റിക്കൊണ്ട് കളിക്കുന്ന ഈ കള്ളക്കളി ശരിക്കും പറഞ്ഞാൽ RSSൻ്റെ നയങ്ങളെ തലൊരിക്കലാണ്. PM ശ്രീയെ അറബിക്കടലിൽ മുക്കത്താത്താൻ വന്ന BJPയുടെ ലീഗിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ലീഗിനെ കൊണ്ട് തന്നെ പറഞ്ഞതെല്ലാം വെളുപ്പിച്ചിട്ട് നടപ്പിലാക്കാൻ പോകുന്നു കോൺഗ്രസ്. ഇതാണ് സാമർഥ്യം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ പറ്റിയുള്ള തർക്കം നിൽക്കുമ്പോൾ തന്നെ PM ശ്രീയോ ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ വിഹിത പ്രശ്നമോ അടക്കമുള്ള വിഷയങ്ങളിൽ ഒന്നിച്ചു പോരാടാൻ CPI തയ്യാറായിരിക്കും. ഒരു വട്ടമല്ല 10 വട്ടം തയ്യാറായിരിക്കും.